സർ, അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എന്താടാ കാര്യം? ഈ പോലീസ് എന്താടാ എന്റെ പുറകെ വരുന്നേ? നിനക്കറിയാമെന്ന് പറഞ്ഞു തന്നെ. ഇന്നലെ നീ രാത്രി പാർവതി കാണാൻ പോയിരുന്നു? ആ പോയി. എടാ, അത് ഞാൻ ഈ പറയുന്ന കാര്യം നീ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. എടാ, നീ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പ്രചാരത്തെ നീ. എടാ, ഇന്നലെ രാത്രി പാർവതി അവളുടെ അച്ഛനെ ആരോ കൊന്നു. കൊന്നോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ആടാ, നീ ഇന്നലെ അവിടെ പോയതിന് തെളിവുണ്ട്. അതാ പോലീസ് നിന്റെ പിന്നാലെ. എടാ വിഷ്ണു, ഇതെന്തോ ഒരു ട്രാപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. നീ ഇന്നലെ അവിടെ നിന്ന് പോയതിനു ശേഷം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവസാനമായിട്ട് അവിടെ നിന്ന് കാണണോടാ. എടാ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. അവിടെ മൊത്തം പോലീസാ. എടാ, ഞാൻ അയച്ച ലൊക്കേഷനിലേക്ക് വാ നീ. അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് അന്വേഷിക്കാം. എടാ, പിന്നൊരു കാര്യം, അതുവരെ യാതൊരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. സർ, അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാ സർ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തോളാം. എടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? നീ എന്തിനാ ഇന്നലെ രാത്രി അവിടെ പോയത്? എടാ, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ശരിക്കും ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവിടെ പോവുകയായിരുന്നു. ഞാൻ ചെന്ന് അവളോട് സംസാരിച്ചപ്പോൾ തന്നെ അവളുടെ അച്ഛൻ വന്നു. എനിക്ക് മോളിൽ നിന്ന് കാണാമായിരുന്നു. പുള്ളി എന്തോ ടെൻഷനിലായിരുന്നു. ഞാൻ അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇവിടുത്തെ ടൗൺ എസ് ഐ എൻ്റെ ഫ്രണ്ടാണ്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് ഇൻഫർമേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. എടാ, അവർക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ടെന്നാണ് പറഞ്ഞത്. എടാ, ഇതിൻ്റെ പിന്നിൽ വമ്പൻ ടീമുണ്ടെന്നാണ് അവൻ്റെ ഒരു നിഗമനം. അവിടെ നിന്ന് കിട്ടിയ CCTVയിൽ നീ വന്നു പോകുന്നതല്ല, വേറൊന്നുമില്ല. അതാണ് എനിക്കെതിരെയുള്ള ഏക തെളിവ്. അവിടെ അച്ഛൻ എന്തോ ഇല്ലീഗൽ ബിസിനസ് ഉണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ വഴിക്ക് വല്ലതും ആണോടാ? അങ്ങനെ ആവാം. എടാ, നിനക്ക് അവിടെ ഡ്രൈവർ അറിയാവോ? അറിയാം. എടാ, അയാൾ മിസ്സിംഗ് ആണ്. അയാളെ പൊക്കിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. പോലീസ് പൊക്കും മുന്നേ അവനെ നമുക്ക് പൊക്കണം. ഇതിൻ്റെ പിന്നിൽ ഏത് വമ്പൻ ടീമാണെങ്കിലും എൻ്റെ പാർവതി കൊന്നിനെ നീ കാണണം. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും.